സത്യസരണിയിലൂടെ യാത്ര ചെയ്ത് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക എന്നത് അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന മധുരത്തിൻ്റെ ആക്കം കൂട്ടുന്നതാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം, പ്രേമം, ഇഷ്ടം, ഇഷ്ക്, അനുകമ്പ, അടുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു മക്കൾ ഉപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന പോലെയാണോ, ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന പോലെയാണോ, മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന പോലെയാണോ, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ പരസ്പരം കാണിക്കുന്ന പോലെയാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അവിടെയാണ് അൽഹംദുലില്ലാ നമുക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും മധുരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കാം, 9 വർഷമായി ഇവിടെ സ്വലാത്ത് തുടങ്ങിയിട്ട്. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് വളരെ സത്യസന്ധമായി, നിഷ്കളങ്കമായി, ആരോടും പറയണ്ട, നെഞ്ചിൽ കൈവച്ചിട്ട് എനിക്കെൻ്റെ മുത്ത് ഹബീബിനെ സ്വപ്നത്തിലൂടെ കാണാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാൻ, മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ദുആഇന് പോലും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേക കബൂലിയത്തുണ്ടാവും. ആ മനുഷ്യനിരിക്കുന്ന സദസ്സിലെ നസീഹത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ടാവും. ആ മനുഷ്യൻ ഇരുന്ന് ആമീൻ പറയുന്ന, കരഞ്ഞ് ആമീൻ പറയുന്ന സദസ്സിൻ്റെ ദുആഇന് പോലും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കബൂലിയത്തുണ്ടാവും. നമ്മളിൽ ഒരാൾക്ക് പോലും അതിന് കഴിഞ്ഞില്ലെങ്കിൽ, ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ, അതേ സ്ഥാനം കിട്ടുന്ന മറ്റൊരു മനുഷ്യനുണ്ട്. ആരാണ്? ഈ നസീഹത്ത് തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ ഹൃദയം ഉരുകി 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 എത്ര സ്വലാത്ത് ഇല്ല റബ്ബേ, എനിക്ക് അങ്ങനെ ഒരു തൗഫീഖ് നീ തന്നില്ലല്ലോ അല്ലാഹ്. അപ്പൊ എന്നിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ വിഷയങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ദുസ്വഭാവങ്ങൾ ഞാൻ മാറ്റേണ്ടത്, നിർബന്ധമായും എൻ്റെ ഈമാനിനെ ഞാനൊന്ന് ചാർജ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും കൊല്ലം ഞാൻ സ്വലാത്തു ചൊല്ലി മജ്ലിസിലൊക്കെ പോയിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്നോർത്ത് തേങ്ങി കരയുന്ന മനുഷ്യൻ നിഷ്കളങ്കമായിട്ടാണ് കരയുന്നതെങ്കിൽ ആ മനുഷ്യനും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേകമായി മാർക്ക് ചെയ്യപ്പെടും. ഇതുവരെ മദീനയിൽ പോകാത്തവരെന്ന് കൈപൊക്കി, ഇതുവരെ നേരിട്ട് പോയി കാണാത്തവരെന്ന് കൈപൊക്കി. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. പൊക്കി, നമുക്ക് പോകണം, അതിനുവേണ്ടിയാണ് പറയണേ. വിസ ടിക്കറ്റൊക്കെ റെഡിയാക്കും. അള്ളാഹുവേ പടച്ചവനെ, എത്രയും പെട്ടെന്ന് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ രാത്രി തന്നെ അവർക്ക് മദീനയിലെത്താനുള്ള തൗഫീക്ക് നീ എഴുതി വെക്കണേ പടച്ചവനെ. ആമീൻ ആമീൻ ആമീൻ. ഇവിടെ വന്നിരിക്കുന്നവർക്ക് അത് തന്നെ പോരെ. ഞാനിത്ര കുറേ നേരം വാള് പറഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. ഈ ഒരു ദുആ മാഷാ അല്ലാഹ്, ഒരുപാട് മലക്കുകൾ, ഇവിടെ സ്വലാത്തിന് പങ്കെടുക്കുന്ന മലക്കുകൾ, ഈ മജ്ലിസിൽ നിറഞ്ഞിരിക്കുന്ന മലക്കുകൾ, അൽഹംദുലില്ലാ, അവർ കൂടി ആമീൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മസ്ജിദുൻ നബിയുടെ ചുവരിലൂടെ കൈകൊണ്ട് ഇങ്ങനെ തടകി റൗദാ ഷരീഫിൻ്റെ മുമ്പിൽ പോയ സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പാവപ്പെട്ട തൊടുപുഴയിലെ, പെരുമ്പിള്ളിച്ചിറയിലെ, പുത്തമ്പള്ളിയിലെ സലാത്തിനൊക്കെ പങ്കെടുത്ത് ഇതുവരെ വരാൻ കഴിഞ്ഞില്ലായിരുന്നു റസൂലേ, പക്ഷേ എന്നെ ഇവിടേക്കിപ്പോൾ ഒരു വലിയ നിയോഗം പോലെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. തൗഫീഖ്, സൗഭാഗ്യം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സലാത്ത് സലാം പറയുമ്പോൾ ദുആയിൽ ഈ പാവപ്പെട്ടവനെ മറക്കരുത്. ഒരുപാട് ആയിരങ്ങൾക്ക് അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ആദ്യം അങ്ങോട്ട് ചെല്ലട്ടെ. പതിയെ പതിയെ നിഷ്കളങ്കമായ പ്രണയത്തിലേക്ക്, ഇഷ്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. മഹാനായ ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പുറത്തേക്ക് പോകും, ഇൽമു പഠിക്കും, ഇബാദത്ത് ചെയ്യും, കുട്ടികളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ കളിക്കും, ചിരിക്കും ഒക്കെ ചെയ്യും. എന്നിട്ട് ഉമ്മയുടെ മുമ്പിലേക്ക് ഓടി വരും. നമ്മുടെ നാട്ടിലെ പെരുമ്പിള്ളിച്ചിറയിലെ മക്കളെ പോലെ, തൊടുപുഴയിലെ കുട്ടികളെ പോലെ, നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെ പോലെ, നമ്മുടെ മക്കളെ പോലെ. അങ്ങനെ ഈ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം ഇങ്ങനെ ഓടി ചാടി കളിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട മകനോട് ഉമ്മ ചോദിക്കുകയാണ്, ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ചോദിക്കുകയാണ്, മോനെ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ടിരുന്നോ? ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാൻ ഇന്ന് കണ്ടില്ല. ഇന്നലെ കണ്ടിരുന്നോ? ഇല്ല ഉമ്മ, ഞാൻ ഇന്നലെയും കണ്ടില്ല. അതിനു മുമ്പ് കണ്ടിരുന്നു. 3 ദിവസമായി ഉമ്മ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് എന്ന് ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ ഉദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ മകനോട് പറഞ്ഞത്, ഈ വീട്ടിൽ നിന്ന് നിനക്കിനി ഒരു ഗ്ലാസ് വെള്ളം തരണമെങ്കിൽ, ഇവിടെ നിന്ന് ഭക്ഷണം തരണമെങ്കിൽ, ഈ വീട്ടിനകത്ത് നിനക്കിനി കയറണമെങ്കിൽ
പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് മടങ്ങി വന്നെങ്കിൽ വീട്ടിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. മഹാനായ ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ചെറിയ കുട്ടിയാണ്. ഫുട്ബോൾ താരങ്ങളുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് തുള്ളിച്ചാടുന്ന പ്രിയപ്പെട്ട മക്കൾ. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ ഏറ്റവും വലിയ ഇഷ്ടത്തോടെ പ്രതിഷ്ഠിച്ചു വെക്കേണ്ടത്, ഒരാൾക്കും നോക്കിയാലെത്താൻ കഴിയാത്ത വലിയ കട്ടൗട്ടുകളായി അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ചിത്രമാണ്. പ്രണയത്തോടെ ഇഷ്ടത്തോടെ ആ മനോഹരമായ മുഹബ്ബത്തിന്റെ കൊട്ടാരത്തിൽ നീ എടുത്തു വെക്കേണ്ടത്. ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പറഞ്ഞു വിട്ടത് കണ്ടോ? പ്രിയപ്പെട്ട മക്കളോട് ഇസ്ലാമിന് നിരക്കാത്ത കളി കളിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. ആ പ്രിയപ്പെട്ട മക്കൾ പകലുകളോളം കമ്പ്യൂട്ടറിന്റെയും ടാബിന്റെയും മൊബൈലിന്റെയും മുമ്പിലിരുന്നാലും ഒരു സ്വലാത്ത് ചൊല്ലിയോ മക്കളെ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാമിൽ നിന്ന് വിദൂരത്തേക്ക് എത്തിപ്പോയ എന്റെ തൊടുപുഴരെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പൊന്നാര മക്കളോട് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ സമയത്ത് പോലും മക്കളെ, ഉമ്മച്ചി ഓതുന്ന മൗലിദിന്റെ കൂടെ ബൈത്ത് ചെല്ലാനൊന്ന് വന്നിരിക്കടാ എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്ലാമിൽ നിന്ന് വിദൂരമായി പോയ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മച്ചിയെക്കാളും നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത വിധം മദീനത്തിൽ നിന്ന് വിദൂരത്തായി പോയ മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിദൂരമായി പോയ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് പറയുകയാണ്, ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ഓടിക്കയറേണ്ടത് നിങ്ങളുടെ നെഞ്ചകത്തിലേക്കാണ്, നിങ്ങളുടെ പ്രണയ കൊട്ടാരത്തിലേക്കാണ്. കാമുകന്മാരെ നിറച്ചു വെച്ചിരിക്കുന്ന സിനിമാ കലാകായിക താരങ്ങളെ നിറച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ കൊട്ടാരത്തിൽ ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ചാടിക്കടക്കട്ടെ. മദീനയുടെ മുറ്റത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് ഓടിക്കതച്ചുകൊണ്ട് വന്ന പ്രിയപ്പെട്ട ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മോനെ എന്തു പറ്റിപ്പോയടാ, നീ എന്തിനാണ് ഓടി വന്നത്? ആ സമയത്ത് ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങയെ കണ്ടിട്ട് 3 ദിവസമായി നബിയേ, ഇനി അങ്ങയെ കാണാറെ അങ്ങയോട് സലാം പറഞ്ഞിട്ടല്ലാതെ എന്റെ വീട്ടിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല റസൂലേ. അതുകൊണ്ട് അങ്ങയെ ഒന്ന് കാണാൻ എന്റെ ഉമ്മ നിർദ്ദേശിച്ചപ്പോ ഓടി വന്നതാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മുത്തു റസൂലിനെ കണ്ടവിടുന്ന് മടങ്ങി പോകുന്ന ചെറിയ കുട്ടിയാര ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അവസാനം ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞത് എങ്ങനെയെന്നറിയോ? പ്രവാചക പ്രണയത്തിന്റെ ആളിക്കത്തുന്ന കൊട്ടാരം തന്റെ ഹൃദയത്തിനകത്ത് തീർത്തിട്ട് ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ചുറ്റും കൂടി നിൽക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലാ അഫ്ലഹ മൻ നദിം. ഖേദിച്ചുകൊണ്ട് ഈ സമയത്ത് കിടക്കുന്നവർക്ക് വിജയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഹാപ്പിയിലാണെന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ സന്തോഷത്തിലാകാതിരിക്കും മരണസമയം? വളരെ ചെറിയ പ്രായം മുതൽ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. നമ്മളും കൊണ്ട് നടന്നു. നബിദിനത്തിൻ്റെ പഴയകാല ഓർമ്മകൾ നമ്മുടെ മനസ്സിലില്ലേ? താത്തമാർക്ക് ഒരു ഓർമ്മയില്ല. മതിലിൻ്റെ അവിടെ നിൽക്കും, ഇങ്ങനെ ഘോഷയാത്ര ഇങ്ങനെ നോക്കും. ഘോഷയാത്രയുടെ കൂടെ പോണ സുബൈറാക്ക, സുലൈമാൻ കാക്ക, അബ്ബാസാക്ക, സലീമാക്ക, ജബ്ബാറാക്ക ഇവരെങ്ങനെ നോക്കും. അവരിട്ട് തരുന്ന മിഠായി വാങ്ങിക്കും. അവരടിപൊളിയായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തിരുന്ന് സൂപ്പറായിട്ടുണ്ട് കാക്കാന്ന് ഇങ്ങനെ കാണിക്കും. ഏത് റസൂല്, ഏത് കൊടി, ഏത് നബിദിനം, ഏത് ചീരണി. നമ്മൾ അതേ സാധനം തന്നെയാണ് ഇപ്പോഴും ഈ 2022 നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. വീട്ടിനകത്ത് നിങ്ങൾ മൗലിദ് ഓതിയോ സഹോദരിമാരെ? ഉസ്താദുമാർ മൗലിദ് ഓതിയപ്പോൾ അകത്ത് പാചകം ചെയ്തു, ഒക്കെ ശരിയാണ്. നിങ്ങൾക്ക് എന്താ ഹറാമാണോ? നമ്മൾ ഓതിയിട്ടുണ്ട്. നിങ്ങളെ മൗലിദിൽ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ, നിങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. ഇത് സാധനം മാത്രം കിട്ടിയിട്ടില്ല. നമുക്കെന്തോ ഒരു അരോചകത്വം പോലെ നമുക്ക് ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ ചെയ്യാം. നമുക്ക് സ്വയം ഹൃദയത്തിലേക്ക് അതിനെ ഇറക്കി വെക്കാൻ സാധിക്കണം. മരിക്കണ്ടേ സഹോദരങ്ങളെ, മരിക്കണ്ടേ? അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കാനൊരു പേടി വേണ്ട. പാവപ്പെട്ട ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല, നിങ്ങൾക്കറിയാം ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതും പാടിയതൊക്കെ.
അടിമുടി കറുത്ത ബിലാലാണ്, അവരാത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. അടിമുടി കറുത്തെന്ന് വെറുതെ പറഞ്ഞതല്ല, കരിങ്കല്ലുപോലെ കറുത്തിരുന്നു ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു. വാപ്പ അടിമയാണ്. അടിമ പാളയത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുന്നത് തന്നെ. അവിടെയാണ് പ്രസവിച്ച് വീഴുന്നത്. ആ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യവും സ്നേഹവും എന്തെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. യജമാനന്മാരുടെ ആട്ടും തൂപ്പും അടിയും ഇടിയും ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങി ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽ ആ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചെറിയുന്ന എച്ചിൽ പാത്രങ്ങളിൽ നിന്നാണ് പാവപ്പെട്ട ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടന്നു വന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിച്ചത് എങ്ങനെയെന്നറിയോ? അടിമകളെ കൊണ്ട് കമ്പോളത്തിൽ ജോലി ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു ഒട്ടക സംഘത്തിന്റെ കൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. ആ സമയത്ത് യജമാനന്മാര് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ്. പാടൂ ബിലാലേ, പാടൂ ബിലാലേ, പാടൂ ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ പാട്ടിങ്ങനെ പാടുമ്പോ മുതലാളിമാര് കൂടെ ഇരുന്നു കൊണ്ട് കള്ളുകുടിച്ച് രസിക്കുന്നുണ്ട്, സൊറ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അടിമയല്ലേ, അവന്റെ വിശപ്പാരറിയാൻ, അവന്റെ ദാഹമാരറിയാൻ, അവന്റെ രോഗമാരറിയാൻ, അവന്റെ സങ്കടമാരറിയാൻ കറുത്ത ബിലാലിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന മാസ്മരികമായ ശബ്ദത്തിന്റെ ലഹരി ഇങ്ങനെ മുഴങ്ങുമ്പോ അത് കണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ്, ഈ പ്രിയപ്പെട്ട ബിലാലിന്റെ നാവ് കൊണ്ട് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുന്നതൊന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ്, ഈ പ്രിയപ്പെട്ട ബിലാലിന്റെ നാവ് കൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നതൊന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചിന്തിച്ചത് നല്ല മധുരമുള്ള ശബ്ദം കേട്ടപ്പോൾ കൊതിയായി പോയി. ഖുർആൻ ഇങ്ങനെ കേൾക്കാനും കൊതിയായി പോയി. ആ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രികാലത്ത് ബിലാൽ എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ച് ആ ബിലാലിന്റെ അടിമപ്പാളയത്തിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പ്രിയപ്പെട്ട ബിലാലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാലേ, ഒന്ന് സ്വതന്ത്രമായി ചിരിക്കണ്ട ബിലാലേ, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കണ്ട ബിലാലേ, ദാഹിക്കുമ്പോ നല്ല വെള്ളം കുടിക്കണ്ടേ ബിലാലേ, ഞാൻ ധരിച്ചിരിക്കുന്ന പോലെയുള്ള നല്ല വസ്ത്രം ധരിക്കണ്ടേ ബിലാൽ. പാവപ്പെട്ട ബിലാൽ പറയുന്നു, കഴിയില്ല, എനിക്കതിന് കഴിയില്ല. ഈ അടിമപ്പാളയത്തിലെ എച്ചിൽ നിന്നുകൊണ്ട് ജീവിച്ചും മരിക്കാനല്ലാതെ എനിക്കതിന് കഴിയില്ല. ഇവര് പറയുന്ന ജോലി എടുത്തില്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് എന്റെ ശരീരത്തിലടിച്ച് രക്തം പൊടിഞ്ഞൊന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അടിമപ്പാളയത്തിന്റെ അകത്ത് ജീവിച്ചും മരിക്കാനാണ് എന്റെ വിധി എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായ കൂട്ടുകാരനായി ബിലാലിന്റെ കരം കവർന്നുകൊണ്ട് പറയുന്നു, ബിലാൽ, ഒരു മുത്തുനബിയുണ്ട് ബിലാൽ, ഒരു മുത്തുനബിയുണ്ട് ബിലാൽ. അവിടെ അടിമയൊന്നില്ല, ഉടമയൊന്നില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല. ലോകത്ത് ആരും ഇന്ന് വരെ ബിലാലിന് തന്നിട്ടില്ലാത്ത സ്നേഹത്തിന്റെ പെരുമഴക്കാലം ആ മുത്തു ഹബീബ് നിന്റെ മുമ്പിൽ തീർക്കും ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭയങ്കര നിയമപ്രശ്നങ്ങളാണ്, കുരുക്കുകളാണ്, ഒരിക്കലും ഈ അടിമപ്പാളയത്തിൽ അതൊന്നും നടക്കൂല, എന്നെ ഞങ്ങളെ അയാൾ കൊന്നുകളയും, യജമാനന്മാർ കൊന്നുകളയും. അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നിർബന്ധിച്ച് രണ്ടാമത്തെ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ടുപോവാണ്. റബ്ബേ, ആ രംഗം വിശദീകരിക്കുമ്പോൾ നെഞ്ചുപൊട്ടാണ് പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ ആദ്യമായിട്ട് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു കാണുകയാണ്. അള്ളാന്റെ റസൂൽ ഓടി വന്നിട്ട് കറുത്ത ബിലാലിനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയം പറയാണ്, അന്ന് തുടങ്ങിയ കണ്ണീര് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, അത്ര സ്നേഹം അതിന് പകരം എനിക്ക് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. തിരിച്ച് അടിമപ്പാളയത്തിലേക്ക് പോയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്, ഉറക്കം വരുന്നില്ല. മുത്തുനബിയെ കാണണം, മുത്തുനബിയെ. മദീനത്ത് പോയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും, യഥാർത്ഥ ആശിക്യങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയില്ല. മദീനയിൽ ചെന്നാൽ
ഞാനെങ്ങനെ പിരിയും മഹ്മൂദെ കണ്ട, ഞാനങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ, കനിവോരെ മടിയിൽ തല ചായ്ക്കുമോ, കണ്ണേ കണ്ണേ കൊതി തീരുമോ, കനിവോരെ മടിയിൽ നീ വീഴുമോ. ഞാൻ ചിന്തിച്ചു പോയി, മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു എങ്ങനായിരിക്കും മദീനത്ത് നിന്ന് മടങ്ങി വന്നിട്ടുണ്ടാവുക? യഥാർത്ഥ ആശിഖീങ്ങൾ മദീനത്ത് പോയിട്ട് അല്ലാഹുവേ എങ്ങനാണ് മടങ്ങി വന്നിട്ടുണ്ടാവുക? ബിലാൽ റളിയല്ലാഹു അൻഹു തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയാണ്. കാണാതെ നിവർത്തിയില്ല. പിറ്റെന്ന് പോയി കാണുന്നു, ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാരിരുമ്പിന്റെ കരുത്തുറ്റ ഈമാൻ ആ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരുന്ന ചരിത്രം ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്നെങ്കിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന അനുയായികൾ കരയുമ്പോ, ബന്ധുക്കൾ കരയുമ്പോ, ബന്ധുമിത്രാദികൾ പൊട്ടിക്കരയുമ്പോ ആ പ്രിയപ്പെട്ട ബിലാലുൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഈ ബിലാലിന് സങ്കടമില്ല, ഈ ബിലാലിന് നൊമ്പരമില്ല. ഞാൻ എന്റെ മുത്തുനബിയെ കാണാൻ പോവുകയാണെന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയണ്ടേ പെങ്ങളെ. പെരുമ്പള്ളിച്ചെറിയുടെ ചെറ്റക്കൂരയ്ക്കകത്ത് മരിക്കാൻ കിടക്കുമ്പോ മക്കളും കുടുംബക്കാരും കരയുമ്പോ കൈ ഉയർത്തി കാണിച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ടവളെ പ്രസലാത്തു ചൊല്ലു റസൂലേ, അങ്ങക്ക് വേണ്ടി വല്ലാതെ പ്രണയം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു ഹബീബേ. എന്റെ ഉമ്മയെക്കാൾ, എന്റെ ഉപ്പയെക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ ഭർത്താവിനേക്കാൾ, എന്റെ സ്വത്തുവകകളെക്കാൾ, എന്റെ സംരംഭങ്ങളെക്കാൾ, എന്റെ സൗഭാഗ്യങ്ങളെക്കാൾ, എന്റെ ജീവിതത്തിലെ ഏറ്റവും 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 വലിയ ഇഷ്ടം അങ്ങായിരുന്നു റസൂലേ. ഇന്നെനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു ഹബീബേ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് സലാം പറഞ്ഞിട്ട് മരണപ്പെടാൻ കഴിയണം മോളെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല ഇതുപോലെ സ്നേഹിച്ച ആളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വലിയ സ്നേഹം കൊടുത്തു നമുക്ക് സഹിക്കാൻ പറ്റൂല. റബീഉൽ അവ്വലൊക്കെ വന്നാൽ കരച്ചിൽ തന്നെ ഉണ്ടാവും. ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് കേട്ടത് നല്ലൊരു ഇഷ്കുള്ള ആളാണ് ഹസനി ഉസ്താദ്. അല്ലെങ്കിൽ സലാത്ത് ഇങ്ങനെ വിജയിക്കൂല. ഗുരുനാഥന്മാരുടെ പൊരുത്തത്തോടെ ഇജാസത്ത് വാങ്ങിയതുകൊണ്ട് മാത്രം സലാത്ത് വിജയിക്കൂല. അത് ചൊല്ലുന്ന ആളിൻ്റെ ഹൃദയത്തിലൂടെ ഒരു ചെറിയ ഒരു ഇഷ്കുണ്ടെങ്കിൽ അതിങ്ങനെ വിജയിക്കോളും. ഭയങ്കര സംഭവമാവും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ ആ ഒരു ലോകത്തേക്ക് ലഹരിയായിട്ട് ഇറങ്ങിയാൽ നമ്മൾ അറിയാതെ വലിയ അത്ഭുതങ്ങൾ തീർക്കാൻ അൽഹംദുലില്ലാ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരും, എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും ആ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ജോലി ഇഷ്കായി തിരഞ്ഞെടുക്കണമെന്ന ആഗ്രഹത്തിലാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത് വല്ലാത്ത സ്നേഹമാണ്. ആർക്കും അതുവരെ എത്താൻ കഴിയാത്ത വിധമുള്ള സ്നേഹം. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ചോദിക്കുന്നു, സൗബാനെ, എന്തു പറ്റിപ്പോയി സൗബാനെ? നിനക്ക് വല്ല രോഗം പിടിപെട്ടതുപോലെയാണല്ലോ, നിന്റെ കണ്ണുകളൊക്കെ കുഴിയിലേക്ക് വീണുപോയിട്ടുണ്ടല്ലോ, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വന്നു പോയിട്ടുണ്ടല്ലോ, എന്തു പറ്റിപ്പോയി സൗബാൻ? ആ സമയത്ത് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടി വരുന്നത് അങ്ങയെ ഒന്ന് കാണണം എന്ന അതിയായ ആഗ്രഹത്തിലാണ്. ഞാൻ ഇവിടെ വരുമ്പോ അങ്ങില്ലെങ്കിൽ ഹബീബേ, അങ്ങെവിടെയാണോ ഉള്ളത് അവിടെ വന്ന് അങ്ങയെ കാണാൻ കൊതിച്ചു പോകുന്ന റസൂലേ. സഹാബികൾ പറയും, അല്ലാഹുവിന്റെ ഹബീബ് ഇപ്പ വരുമെന്ന് പറയുമ്പോ സമാധാനത്തോടെ ഞാൻ ഇവിടെ കാത്തിരിക്കും നബിയേ. പിന്നീട് അങ്ങ് വരുന്നത് വരെ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത വെപ്രാളമാണ് നബിയേ. പിന്നെ അങ്ങ് വരുന്നത് വരെ എൻ്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. അങ്ങ് വന്നങ്ങയെ ഒരു നോക്ക് കണ്ടാലല്ലാതെ എൻ്റെ ഹൃദയത്തിന്റെ ദാഹം തീരൂല റസൂലേ. ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ ഭാര്യയെ കണ്ട്, എൻ്റെ മക്കളെ കണ്ട്, എൻ്റെ കുടുംബത്തെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് തോന്നും ഓടി വന്നിട്ട് അങ്ങയെ കാണണം റസൂലേ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും റസൂലേ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹബീബേ. ആ സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു പറയും,
പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, വെള്ളം കുടിച്ചിട്ട് ഇറങ്ങുന്നില്ല. ആകെയും എന്റെ ഹൃദയാന്തരത്തിൽ മുഴുവനും അങ്ങാണ് ഹബീബേ, അങ്ങാണ് ഹബീബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എപ്പോഴും എന്റെ ചിന്ത എന്തെന്നറിയോ? വല്ലാഹി ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ ശരീരത്തെക്കാൾ, ലഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി, എന്റെ കുടുംബത്തെക്കാൾ, വഅഹബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ മക്കളെക്കാൾ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ബന്ധുക്കളെക്കാൾ, എന്റെ സർവസ്വത്തെക്കാളും ഞാൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന റസൂലേ. ഫമാ സുബിറു ഹത്താ തീക വഅൻദുറു ഇലൈക, ഞാൻ എവിടെ പോയാലും ഓടി അങ്ങയുടെ മുമ്പിൽ ഒന്ന് വന്ന് കണ്ടാലല്ലാതെ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? ഫൈദാ ദക്കർത മൗതി വമൗതുക, നബിയേ ഞാൻ മരണപ്പെട്ടു പോയാൽ, അങ്ങയും വഫാത്തായി പോയാൽ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് അങ്ങ് വന്നു, ഞാനും വന്നു. അങ്ങേക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമാണല്ലോ റസൂലേ, അങ്ങേക്ക് സ്വർഗത്തിൽ വലിയ പദവിയാണല്ലോ ഹബീബേ. അംബിയാ മുർസലീങ്ങളുടെ മുമ്പ് അവരെക്കാളും മുകളിലുള്ള സ്വർഗത്തിന്റെ വലിയ സിംഹാസനത്തില് ലോകത്ത് വന്നിട്ടുള്ള 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പുങ്കവന്മാരെക്കാൾ സ്വർഗത്തിലെ ഏറ്റവും അലങ്കാരമുള്ള, ഏറ്റവും സൗകര്യമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഞാനും നിങ്ങളും ഇങ്ങനെ പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലാൻ അറയ്ക്കുന്ന, ഞാനും നിങ്ങളും ഇങ്ങനെ പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലൂ മക്കളെ എന്ന് പ്രസംഗിക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം വില കുറഞ്ഞു പോയാ ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിന്റെ അകത്ത് ഒരു ദിവസം ഒരു 100 സ്വലാത്ത് പോലും ചെല്ലാറ് നാട്ടിലും വീട്ടിലുമുള്ള 10,000 കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുമ്പോഴും അറിയാതെ അവസാനത്തെ വരിയിലേക്ക് തള്ളിയിടുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ സൗന്ദര്യമുള്ള സിംഹാസനത്തിലിരിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഈ പാവപ്പെട്ട സൗബാൻ ഒരു പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നാൽ ഞാൻ ഏറ്റവും അവസാനത്തെ ആളായിരിക്കൂലേ ഹബീബേ, ഞാൻ ഏറ്റവും പുറകിലായിരിക്കൂലേ റസൂലേ. അങ്ങയെ കാണാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട ഹബീബേ. അങ്ങയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സൗഭാനം എന്തിനാണ് സ്വർഗം നബിയേ? അള്ളാന്റെ സ്വർഗത്തിലെല്ലാം ഉണ്ട്, അരുവികളുണ്ട്, കൊട്ടാരമുണ്ട്, തരുണീമണികളുണ്ട്, ആസ്വാദനത്തിന്റെ ഭക്ഷണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ അത് മുഴുവനും എനിക്ക് അല്ലാഹു ഒന്നൊന്നായി തന്നാലും ഓ സുന്ദര സ്വർഗത്തിനകത്ത് എനിക്ക് അങ്ങയെ കാണാൻ കഴിയാതെ വന്നാൽ, ആ സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന്റെ മുഴുവൻ സങ്കല്പങ്ങളും അല്ലാഹു എനിക്ക് തന്നാലും അതിലൊന്നും എനിക്കൊരു സുഖം കിട്ടൂല റസൂലേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോലെ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് എന്റെയും നിങ്ങളുടെയും പ്രണയത്തിന് മാർക്ക് വട്ടപൂജ്യമാവൂലേ? നിങ്ങൾ ഓർത്തു നോക്ക് സഹോദരങ്ങളെ. ഞാൻ പറയട്ടെ, നിങ്ങളോട് ഈ പ്രണയലഹരിയിലേക്ക് നിങ്ങൾ കയറിയാൽ ഇതൊരു വലിയ രസമാണ്, ജീവിതത്തിന് ഭയങ്കര ഒരു സുഖം തോന്നും. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ മൊബൈലിൽ ഒരു അലാറം സെറ്റ് ചെയ്തിരുന്നാലും മതി. ഞാനൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പം അങ്ങനെ ചെയ്യണ്ട. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന അങ്ങനെ ഒന്ന് പറഞ്ഞോക്കെ. ജീവിതത്തിൽ ഞാൻ ഇന്ന് മുതൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ നിൽക്കട്ടെ, എന്തോ സംസാരിക്കട്ടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല, മൊത്തം ലാഭമായിരിക്കും. അതിപ്പോൾ മീൻ കച്ചവടത്തിന് പോണ നസീറുണ്ട്, ഈ ഭാഗത്തൊക്കെ ശരിക്കും വണ്ടിയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യണ നസീറാണ്. നസീർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനെ കൂക്കൂടോ ഊത്തുണ്ടോ അങ്ങനെ സംഭവം കൂയി അങ്ങനെയാണ്, കൂയി അങ്ങനെ വിളിക്കും. അത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഫിസിലുണ്ടാവും, അങ്ങനെ ചെയ്യും. അതിനിടയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലിയല്ലേ. ഗൾഫ് എന്തൊരു സ്കൂൾ, എന്ത് സ്കൂളാണ് നിങ്ങളെ സ്കൂള്? ഗൾഫ് ഐഡിയൽ സ്കൂളാണ്. ഇതൊരു പ്രിൻസിപ്പൾ കൂടിയാണ് സ്കൂളിൻ്റെ. മുസ്ലിയാർ പ്രിൻസിപ്പാളിരിക്കുന്ന സ്കൂളിൽ എൻ്റെ മോളങ്ങനെ പാച്ചണ്ട എന്ന് നിങ്ങൾ പറയരുത്. വിദ്യാഭ്യാസം കുറഞ്ഞു പോകുന്നു പേടിച്ചിട്ടാണ്. പള്ളിയിലെ സ്കൂളിൽ പഠിപ്പിക്കൂല, ഉസ്താദുമാരെ നടത്തുന്ന സ്കൂളിൽ പഠിപ്പിക്കൂല. കാരണം എന്താ? മയിലാര സ്കൂൾ, മയിലാര സ്കൂൾ, അത് നമ്മളെ പ്രശ്നം അല്ലേ. മോക്ക് ആലോചന വന്നാടി കാര്യം വന്നു, എങ്ങനെയുണ്ട്? അതൊരു മയിലാർ കുട്ടിയാ. മയിലാർ കുട്ടിയുടെ കൂടെ ജീവിക്കണ ചോദിച്ചു നോക്ക് ഭാര്യമാരോട്, എങ്ങനെയുണ്ട് ജീവിതം എന്ന്.
ചോദിച്ചു നോക്ക്. ഇന്ന് ഷാനവാസ് റഷാദി എൻ്റെ ഇവിടെ വാതിന് വരാനുള്ളതാ. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഭാര്യ വിടുന്നില്ല ഉസ്താദ്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ പറഞ്ഞത്. ആ മൗലിയാക്കന്മാരെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അലർജി ആയിരിക്കും. എപ്പോഴും ഒരു മയ്യത്തിൻ്റെ മണവും പഴയ മജുമയും ഒരു ഷാളും പറ്റൂല ഉസ്താദ്, അങ്ങനെ പാടാ. എപ്പോഴും മരണത്തിൻ്റെ ഓർമ്മ നല്ലതാ, അങ്ങനെയുള്ളവരോട് ജീവിക്കണത് നല്ലതാ. കുറേ റാഹത്തുണ്ടാവും ജീവിതത്തിൽ. ജീവിച്ചു നോക്കി, അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരു അലർജിയാണത്. ഉസ്താദ് ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ കൂടിയാണ് ആ സ്കൂളിലെ. അള്ളാഹു അവിടെ പഠിക്കുന്ന മക്കൾക്കൊക്കെ വലിയ വിജയം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദീന് കൂടി കൈകാര്യം ചെയ്യുന്ന ഉസ്താദ്മാരൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും ഒരു പീരീഡ് നല്ല ദീന വിദ്യാഭ്യാസം കൊടുക്കുന്ന, മുത്തുനബിയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ മക്കളിങ്ങനെ ഒന്ന് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് മാത്രം പഠിച്ചവരാണ് ഇപ്പോൾ നിരീശ്വരവാദത്തിൽ കിടന്ന് കൈകാലിട്ട് അടിക്കണത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യരല്ലേ, ചാനലൊക്കെ ഭയങ്കര ചർച്ചയാണ്. അപ്പം ഇതിന് നമ്മുടെ മക്കൾക്ക് വേണ്ട സാധനം കൊടുക്കണം. ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന മദ്രസകളിൽ പോലും ഇനി സമയം വളരെ കുറയ്ക്കണം എന്ന വാശിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാണ്. സ്കൂളിലെ സിലബസുകളിൽ നിന്നുപോലും ഇസ്ലാമിക ആദർശ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും എടുത്തു മാറ്റാൻ പോവാണ്. നമുക്കതൊന്നും വിഷയമല്ല. നമുക്ക് നമ്മുടെ ഹൃദയമാണ് കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ രാജാവ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ആര് ഭരണം നടത്തിയാലും, എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് എന്തൊക്കെ തേൻ പുരട്ടി വിളമ്പിത്തന്നാലും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനപ്പുറം ആരുമില്ല. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത് ഉമ്മാക്കുപ്പാക്കും. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സൽമാൻ മൗലവി അൽ ഖാസിമി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മിസ്സായി എന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഫോണിലൂടെ പറഞ്ഞ ഒരു വർത്താനുണ്ട്. ബാക്കവി, നിങ്ങൾ ദുആ ചെയ്യണം, സഹിക്കണില്ല എനിക്ക്. മക്കളും മരിച്ചു പോയാൽ, ഇപ്പം നിങ്ങളുടെ മോൻ മരിച്ചല്ലോ 10 വയസ്സിൽ, മകൻ മരിച്ചു പോയാൽ മരിച്ചു എന്നേ ഉള്ളൂ. എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നറിഞ്ഞാൽ ടെൻഷനാണ്. എവിടെ പോയി, അവൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? വല്ലാത്ത കാലമാണല്ലോ. നീറുന്ന മനസ്സാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഒരു 100 സലാത്ത് ചെല്ലണം. ഞാൻ പറഞ്ഞു കൊടുത്തല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു ഉസ്താദ്, ശരിക്കും ആശിക്കായ ഒരു മനുഷ്യൻ. വാതിലടച്ചിട്ട് നിങ്ങളുടെ ഭാര്യയോട് ഒരു 100 സലാത്ത് എല്ലാം പറയും, ചൊല്ലിത്തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മകനെക്കുറിച്ചുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രിയിൽ ആ ഉസ്താദിൻ്റെ ഇരാറ്റുപേട്ടയിൽ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ പറയാണ്, ബാക്കവി സത്യം പറഞ്ഞാൽ ആ സ്വലാത്ത് 100 തികഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന മഹലിലേക്ക് ആ മകൻ ബസ് കയറി എത്തിയെന്ന വാർത്ത കിട്ടിയപ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിപ്പോയി എന്നാണ്. ഹൃദയം തുറന്ന് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ലോകമൊക്കെ നമുക്ക് വളരെ ചെറുതായി തോന്നും. ഏറ്റവും വലുത് ആ പ്രേമം മാത്രമാവും എന്തിനേക്കാളും. മാതാപിതാക്കളുടെ അരികത്തിൽ നിന്നാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ടു പോയത്. ഉമ്മാക്കുപ്പാക്കും വല്ലാത്ത സങ്കടമായി. രാവിലെ മുതൽ വൈകുന്നേരം വരെ, മോനെ സയ്യിദേ, എവിടെയാണ് പൊന്നുമോനെ, എവിടെയാണ് പൊന്നുമോനെ? ആ മകനെ കാണാതെ പിന്നെ ഉമ്മാക്ക് ഭക്ഷണം ഇറങ്ങുമോ? ആ മകനെ കാണാതെ പിന്നെ ഉപ്പാക്ക് ഭക്ഷണം ഇറങ്ങുമോ? എൻ്റെ പെരുമ്പള്ളിച്ചിറയിലെ ഉമ്മമാരോട് ചോദിക്കുകയാണ്, മക്കളൊന്നും സുഖമില്ലാതെ കിടന്നുപോയാൽ, മക്കൾക്കൊരു ചെറിയ രോഗം വന്നു പോയാൽ സഹിക്കാൻ കഴിയൂല. ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ എൻ്റെ ഭാര്യയും കാണും ഫോൺ വിളിച്ചിട്ട്, ഞങ്ങളുടെ പൊന്നുമോന് പനിയാണ്, മോക്ക് പനിയാണെന്ന് പറഞ്ഞാൽ, പെരുമ്പള്ളിച്ചിറയുടെ പ്രസംഗത്തിന്റെ മൈക്കിന്റെ സ്റ്റേജിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ എത്ര നിന്നാലും, ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഹദീസുമായെത്തും എത്ര നിവർത്തി വെച്ച് നോക്കിയാലും എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ വീട്ടിലായിരിക്കും, എൻ്റെ തങ്കക്കുടങ്ങളുടെ കൂടെയായിരിക്കും. അതിൻ്റെ ടെൻഷൻ എന്താ വർത്താനത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് അല്ലാഹു തന്നിരിക്കുന്ന ഒരു വലിയ കണക്ഷനാണ്, ബന്ധമാണ്. ആ പ്രിയപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നത് സയ്യിദ് എന്ന് പറയുന്ന പൊന്നുമോനെ കുറിച്ചാണോ? നല്ല കാണാൻ ചുങ്കുള്ള ചെറുക്കുള്ള ഭംഗിയുള്ള പൊന്നുമോൻ, പൊക്കം കുറഞ്ഞിട്ട് തിളങ്ങുന്ന കണ്ണുള്ള പൊന്നുമോൻ. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ പൊന്നുമോൻ അവിടെയുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ ആരോ പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് വെച്ച്, അത് നല്ല കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ വാങ്ങി അള്ളാഹിന്റെ ഹബീബിന് ആരോ ഹദിയ കൊടുത്തിരിക്കുകയാണ്. അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഇലാ ഹളറത്തി റസൂലില്ലാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അള്ളാന്റെ റസൂലേ, എന്റെ പൊന്നുമോൻ സെയ്ദ് ഇവിടെയുണ്ട് ഹബീബേ, ഞങ്ങൾ മാതാപിതാക്കളാണ്, ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുമ്പോ മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ കൊണ്ടുവയ്ക്കൊള്ളുക. ഒരു ഉമ്മാടെ സ്നേഹം ഈ ചെറിയ പ്രായത്തിൽ മകന് കിട്ടട്ടെ, ഒരു വാപ്പാടെ സ്നേഹം ഈ ചെറിയ പ്രായത്തിൽ ആ പൊന്നുമോന് കിട്ടട്ടെ, നിങ്ങൾ കൊണ്ടുവയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് സഹാബികൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ ചെല്ലുമ്പോ കാണാതെ കാത്തിരുന്നിട്ട് ഉമ്മയെ കാണുമ്പോ സ്ഥാപനത്തിൽ ഹിഫ്ദിന് കൊണ്ട് ചേർത്ത പ്രിയപ്പെട്ട പൊന്നുമോൻ ലീവിന് വരുമ്പോ വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് ആദ്യം ഓടിപ്പോയി കാണുന്നത് ഉമ്മച്ചിയല്ലേ. നിങ്ങളുടെ മോളെ കാണാതായാൽ, നിങ്ങളുടെ മോനെ കാണാതായാൽ ഉമ്മച്ചിയാണ് നിൽക്കുന്നതെന്നറിയുമ്പോ എത്ര ശരവേഗത്തിലാണ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്നത്. ഉമ്മച്ചിയുടെ പൊന്നുമോന് വന്നു എന്ന് ആവേശത്തോടെ പറയുന്നത്. വാപ്പയും ഉമ്മയും വന്നു എന്ന് അകത്തെറിഞ്ഞിട്ട് പോലും സെയ്ദ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ വിട്ടു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അകത്ത് ചെല്ലുമ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ പോവില്ല, എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ പോവില്ല, എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ പോവില്ല. അവര് പറഞ്ഞു, മോനെ, നിന്നെ കാണാതെ ഭക്ഷണം കഴിക്കാതെ ഉമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി, നിന്റെ ഉപ്പ ഒരു രോഗിയെ പോലെയായി, മോനെ നീ ഇറങ്ങിച്ചെല്ലണം. ഇല്ല, അള്ളാന്റെ ഹബീബിന്റെ അടുത്തിരുന്ന് എനിക്കൊരു ഉമ്മാന്റെ അടുത്തും പോണ്ട, എനിക്കൊരു ഉപ്പാന്റെ അടുത്തും പോണ്ട. സെയ്ദ് റളിയല്ലാഹു അൻഹു വാശി പിടിച്ചകത്തിരുന്നു. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഉമ്മാനോട് പറയുന്നു, ഉമ്മാ പൊരുത്തപ്പെടണം, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയൂല. മോനെ, നിന്റെ ഉമ്മച്ചിയാണടാ. ഇല്ല ഉമ്മ, ഞാൻ നിങ്ങളോടൊപ്പം വരില്ല. നിങ്ങളെപ്പോലെ 1000 ഉമ്മമാരെ സ്നേഹം ഒരു നോട്ടം കൊണ്ട് എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്നു ഉമ്മ. എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂൽ എനിക്ക് തന്നു ഉമ്മ. നിങ്ങളെക്കാൾ ഉപ്പയോട് പറയുന്നു, നിങ്ങളെക്കാൾ ഒരു 10,000 ഉപ്പാന്റെ സ്നേഹം എനിക്കെന്റെ മുത്ത് റസൂൽ തന്നു ഉമ്മ. അപ്പൊ അതുകൊണ്ട് ഞാൻ വരൂല, ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ, ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവസാനം പൊരുത്തപ്പെട്ട് മുത്തു ഹബീബിന്റെ ചാരത്ത് തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തി എന്ന് ചരിത്രം പറയുന്ന സ്ഥലത്താണ് മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുതി വെച്ചത്. തൊടുപുഴയിലെ പെരുമ്പള്ളിച്ചിറയിലെ വീട്ടിനകത്തിരുന്ന് ഞാനും നിങ്ങളും ചൊല്ലുന്നത്, അന്തവും മുൻ അംഅബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരുപ്പാക്കും ഉമ്മാക്കും തരാൻ കഴിയാത്ത സ്നേഹം തരുന്ന റസൂലേ എന്നാണ് ആ ബൈത്തിന്റെ അർത്ഥം. ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ഒരുപ്പ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ വാരിക്കോരി സ്നേഹം കൊടുക്കുന്ന മുത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഇത് ചൊല്ലരുത്, ഇത് ശർക്കാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പലരും പറയും. നമ്മളിങ്ങനെ ഭവ്യതയോടെ ബറക്കത്തോടെ നല്ല ഇഷ്കോടെ ഇങ്ങനെ ചൊല്ലണം. ലോകാവസാനം വരെ ഇതിനെതിരാളികളുണ്ടാവും, ലോകാവസാനം വരെ ഇതിനെ വ്രണപ്പെടുത്താൻ ആളുണ്ടാവും. അതെന്തായാലും ഉണ്ടാവും, അത് അവസാനം വരെ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കണം നമ്മൾ മനസ്സിൽ. എൻ്റെ ചുറ്റുവട്ടത്ത് ഇതിനെതിരുള്ള ആളുണ്ടാവും, എൻ്റെ കുടുംബത്തിന് ഇതിനെതിരുള്ള ആളുണ്ടാവും, ഞാൻ തുറന്നു നോക്കുന്ന സോഷ്യൽ മീഡിയയിലെ റീൽസുകളിൽ ക്ലാസ്സുകളിലൊക്കെ ഇതിനെതിരെ ആളുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തെ മദീനയുടെ കണക്ഷനിൽ ചേർത്തു വെക്കണം എന്നതെൻ്റെ വാശിയാണ് എന്ന് നിർബന്ധപൂർവ്വം ചെയ്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞോടി. 10 മിനിറ്റ് കഴിയുമ്പോൾ സംസാരത്തിനിടയിൽ, യാത്രക്കിടയിൽ, കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ പതിയെ പറഞ്ഞാൽ മതി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരു വല്ലാത്ത ഒരു മഹബത്ത് നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു ബറക്കത്ത് ഉണ്ടാവുന്നത് കാണാം, ഒരു ഐശ്വര്യം ഉണ്ടാകുന്നത് കാണാം. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി വദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലി. സ്വഹാബികളെ, നിങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സംഘം, നിങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സംഘം, നിങ്ങളെക്കാൾ എനിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വലിയ സംഘം ഇനി വരാനിരിക്കുന്നവരാണ്. എന്നെയും നിങ്ങളെയും കുറിച്ചായി പറയുന്നത്, നമ്മുടെ വീട്ടിൽ
എത്ര നാളായി ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട്? ആ നമ്മളെ കുറിച്ചാണ് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഒരു വലിയ സംഘം വരാനുണ്ട്. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി. ഒരു സെക്കൻഡ് എന്നെ ഒന്ന് കാണാൻ, ഒരു സെക്കൻഡ് എന്നെ ഒന്ന് കാണാൻ അവരെ സമ്പാദ്യം മുഴുവനും അവരെ കുടുംബത്തെ മുഴുവനും സമർപ്പിക്കാൻ തയ്യാറായ ഒരു വലിയ സംഘമുണ്ട്. അവർക്ക് നിങ്ങളെക്കാൾ എന്നോട് പ്രേമമാണ്, എനിക്ക് നിങ്ങളോടുള്ളതിനേക്കാൾ അവരോട് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തും കുടുംബത്തെയും മുഴുവനും സമർപ്പിച്ചിട്ട്, അല്ലാഹുവിന്റെ ഹബീബേ എനിക്കങ്ങയെ കണ്ടാ മതി നബിയേ, എനിക്കങ്ങയെ കണ്ടാ മതി റസൂലേ. ഞാൻ ഉറങ്ങുന്ന ഏതെങ്കിലും ഒരു ഉറക്കത്തിന്റെ കിനാവിൽ വന്നാൽ, ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ടവൻ പെരുമ്പള്ളിച്ചിറയിലെ വീടിനകത്ത് സക്കറാത്തിന്റെ ഹാലിൽ ഇങ്ങനെ കിടക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ, ആ റൂഹ് പിടുത്തം ഇങ്ങനെ തുടങ്ങുമ്പോ, അല്ലാഹുവിന്റെ ഹബീബേ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭാപൂരമായി എന്റെ മുഖത്തേക്ക്, എന്റെ മനസ്സിലേക്ക് അങ്ങൊന്ന് പതിഞ്ഞിറങ്ങണം നബിയേ. അതിനെന്തും ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് ഹബീബേ. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ച് ഒരു പരിശ്രമം കൂടി നടത്തിയാലാണ് കാണാൻ പറ്റുള്ളൂ. ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ ഉസ്താദിനോട് വന്നിട്ട് പറയാണ്, എത്രയോ കാലം കൊണ്ട് ഞാൻ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് സലാത്ത് ചെല്ലുന്നുണ്ട്, അമലുകൾ അധികരിപ്പിക്കുന്നുണ്ട്, ഉദു എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ കിടക്കുന്നുണ്ട്, സൂറത്തുൽ കൗസർ ഓതുന്നുണ്ട്, ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റസൂലേ. അതുകൊണ്ട് എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉസ്താദെ, അതുകൊണ്ട് എനിക്കതിനുള്ളൊരു വഴി പറഞ്ഞു തരണം. ആ വഴി നിങ്ങൾക്ക് നല്ലതാണ്, ആ വഴി നിങ്ങൾക്ക് നല്ലതാണ്. കേട്ടോളൂ, അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് 1/3 നിങ്ങൾക്ക് നിർബന്ധമായി കിട്ടും. ഒന്നെങ്കിൽ ചോദിച്ച ഉടനെ ആ ഉത്തരം അപ്പം തന്നെ കിട്ടും, ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആക്സിഡന്റ്, അപകടങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റിത്തരും. അല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ ദുആ ചെയ്ത് എന്നതിൻ്റെ കാരണമായിട്ടൊരു കൂലി, പ്രത്യേക കൂലി. നിസ്കാരത്തിനും നോമ്പിനൊക്കെ തരണ പോലെ ദുആ ചെയ്തതിൻ്റെ ഒരു പ്രത്യേക കൂലി. ഇത് 1/3 നിർബന്ധമാണ്. പടച്ചോനെ അള്ളാഹുവെ അനുഗ്രഹിക്കണേ എന്ന് കൈ ഉയർത്തി ദുആ ചെയ്ത ഈ 1/3 നിർബന്ധമായിട്ട് കിട്ടും. വെറുതെ ആവൂല എന്നർത്ഥം. അത് അള്ളാഹു ചെയ്യുന്ന വലിയ കാരുണ്യാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ഇന്ന് ഒരു വ്യഭിചാരം നടത്തണം, ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ ഇന്ന് അർജന്റീന ജയിക്കുകയാണെങ്കിൽ ഒരു കുപ്പി എടുക്കണം എന്നൊക്കെ ഒരുത്തൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എന്നിട്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ, അപ്പം തന്നെ അള്ളാഹു എന്ത് ചെയ്യൂല? അവനൊരു തെമ്മാടിയാണെന്ന് എഴുതി വെക്കൂല. എന്നിട്ട് അവൻ ആഗ്രഹത്തിൽ നിന്ന് മാറിയാൽ, മാറാൻ വേണ്ടിയുള്ള എല്ലാ ചിന്തകളും മാലാഖമാർ മുഖാന്തരം അള്ളാഹു ഇട്ടുകൊടുക്കും അവന്. എന്നിട്ട് അവൻ കള്ളു കുടിച്ചാൽ തന്നെ തൗബ ചെയ്യാനൊരു സമയമല്ല കൊടുക്കാൻ. കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് എഴുതാൻ മലക്കുകളെ, അവൻ ദുആ ചെയ്യുമെന്ന് നോക്കട്ടെ, കാത്തിരിക്കുമല്ല. ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്തിലാണ് എന്നൊരാൾ തീരുമാനിച്ചു, പക്ഷെ ചൊല്ലിയില്ല, കിടന്നുറങ്ങിപ്പോയി. എന്നാൽ ആഗ്രഹിച്ചല്ലോ, ചൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചല്ലോ, അതിനൊരു കൂലി അല്ല വെറുതെ എഴുതി വെക്കും. അവർ ചിന്തിച്ചല്ലോ ചെല്ലണമെന്ന്, എന്നാൽ ഇരിക്കട്ടെ, ഒരു കൂലി ഇരിക്കട്ടെ, അങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എന്തെല്ലാം കാരുണ്യം അള്ളാഹു ചൊരിഞ്ഞു തന്നു നമുക്ക്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുലേക്ക് എത്താനുള്ള ഒരു മധുരമുള്ള വഴിയായിട്ടാണ് അള്ളാഹു തന്നിരിക്കുന്നത്. മധുരമുള്ള വഴി, ഒരു ബുദ്ധിമുട്ടും ആ വഴിയിലില്ല. നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ സുഖം നമുക്കറിയാം. ഉസ്താദിനോട് വന്നിട്ട് പറയാണ്, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് ഉറക്കത്തിൽ കാണണം ഉസ്താദേ. ഫഖദ് സാദ ഹുബ്ബീ. ആ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ മഹബത്ത് അധികരിച്ചിരിക്കുന്നു ഉസ്താദേ. എത്ര സ്നേഹിച്ചിട്ടും എത്ര പ്രേമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അതിന് ഞാനൊരു വഴി ഒരുക്കിത്തരാം, അതിനൊരു വഴി ഒരുക്കിത്തരാം. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാം. ഇൻഷാ അല്ലാഹ് നിനക്കതിനുള്ള ഭാഗ്യം അള്ളാഹു തരും. ഭയങ്കര സന്തോഷമായി. ഉസ്താദുമാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഉസ്താദുമാരെ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്നതൊക്കെ ഭയങ്കര പ്രതിഫലമാണ്, വലിയ കൂലിയാണ്. ഹസനി ഉസ്താദ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ ഒരിക്കലും തലയെക്കെട്ടും കെട്ടി ഇവിടെ സലാത്തില്ല എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഒരുവിധം ഒരു വൃത്തിയിൽ ജീവിക്കുന്ന ആലിമീങ്ങളും മുഴുവനും ഉസ്താദുമാരുടെ ബഖിയത്ത് കഴിച്ചവരാണ്, ഉസ്താദുമാരെ തലയിൽ കൈവച്ചവരാണ്. നീ രക്ഷപ്പെടും മോനെ, ഉസ്താദ് മനസ്സറിഞ്ഞ് ദുആ ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്.
അല്ലാതെ ഒരിക്കലും പ്രകാശമുള്ള രീതിയിൽ ഒരു ആലിമിന് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മുടെ ഉസ്താദുമാരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനനായ ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഗുരുനാഥൻ, പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ എന്തോ ഒരു വിനയാനിതൻ, എന്തോ ഒരു പാണ്ഡിത്യം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ ചിറയൻകീഴ് അൻവർ ബാക്കവി ഉസ്താദ് 6-7 വർഷം എന്നെ പഠിപ്പിച്ചു. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ. രാത്രി റൂമിൽ വിളിച്ച് മുത്തഅല്ലിമീങ്ങളെ മുഴുവനും നിർത്തിയിട്ട് നസീഹത്താണ്. നെഞ്ചു പൊട്ടുന്ന വർത്താനാണ് ഉസ്താദ് പറയാം. നമ്മൾ പഠിക്കുന്നതിൻ്റെ, ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ, വൃത്തിയായിട്ട് ജീവിക്കുന്നതിൻ്റെ, ഈ മേഖലയുടെ ഒക്കെ ധാരാളം. നമ്മൾ പല ഉസ്താദുമാർക്കും നമ്മൾ നിലനിൽക്കുന്ന മേഖലയുടെ വില നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് വലിയ നിഅമത്താണ് ചെയ്തത്. ഈ സ്റ്റേജിൽ ഈ പാവപ്പെട്ടവൻ്റെ പൊട്ടവർത്തമാനം കേൾക്കാൻ ഈ സ്റ്റേജിലിരിക്കുന്ന അറിവിൻ്റെ മികച്ച പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, അള്ളാഹു അവരുടെയൊക്കെ ഇൽമിൽ ഇനിയും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉസ്താദുമാരുടെ ഗുരുത്വം അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദുമാരുടെ ഭക്ഷണം കഴിക്കുക, അവരുടെ കൂടെ യാത്ര ചെയ്യുക ഒക്കെ വലിയ തൗഫീഖാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ശിഷ്യന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ രാത്രി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നു. ഉസ്താദ് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷെ ഭക്ഷണത്തിലെല്ലാം ചെറിയ ഉപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് ഇതിൽ ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നത് ഒരു അതവുകേടല്ലേ, അതുകൊണ്ട് മിണ്ടാതെ തട്ടിവിട്ടു. പറയാൻ പറ്റൂല. അങ്ങനെ കഴിച്ചു. അൽഹംദുലില്ലാ. ഇപ്പോൾ ആഹ്സനി ഉസ്താദ് എൻ്റെ വീട്ടിൽ വന്നിട്ടു. എൻ്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല, എന്നാലും ചിലപ്പോൾ സ്നേഹം കൊണ്ട് ഇനി ചിലപ്പോൾ വന്നാലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമ്മളെ പെരുമ്പള്ളിച്ചിറയിൽ ജോലി ചെയ്യണ ഉസ്താദാണ്, തൊളിക്കോടുകാരനാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മുഴുവനും ഉപ്പും എരിയും. ഉസ്താദ് അങ്ങനെ ഭക്ഷണമുണ്ട്, കുഴപ്പമില്ല, റാഹത്ത്, അൽഹംദുലില്ലാ. എന്നാലും മനസ്സിൽ ഇങ്ങനെ, ഇയാൾ എനിക്ക് പണി തന്നതാണോ, എന്താ സംഭവം എന്നിങ്ങനെ. എന്നാലും വെളിയിൽ പറയാൻ, നേരിട്ട് പറയാനൊരു പ്രയാസമായിരിക്കും. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നേരിട്ട് പറയാൻ പ്രയാസമാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? അൽഹംദുലില്ലാ, കുഴപ്പമില്ല, റാഹത്ത്, അൽഹംദുലില്ലാ. നിങ്ങളോട് കുറച്ച് കഴിക്കും കേട്ടോ ബാക്കവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ അർത്ഥം എന്ന് പറയും. അപ്പോൾ ഈ ഉസ്താദ് ഭക്ഷണം കൊടുത്തു, ഇവൻ കഴിച്ചു. കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഉപ്പാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പഴഞ്ഞിലൊക്കെ അല്ലല്ലോ അറിയാം, തലാത്തലിയില്ലെങ്കിലും. അപ്പോൾ ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ നോക്കുക 4 സൈഡിലും. പക്ഷെ വെള്ളമില്ല. ഉസ്താദ് പറഞ്ഞു, നോക്കണ്ട, ഇന്ന് രാത്രി ഇവിടെ ആരും വെള്ളം കുടിക്കാനില്ല. അവൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചോനെ പെട്ട് റബ്ബേ, ഇന്ന് രാത്രി ഇവിടെ ആരും വെള്ളം കുടിക്കൂല, മോനും ഇന്ന് വെള്ളം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യ, എഴുന്നേറ്റ് പോകാനും പറ്റൂല, ഉസ്താദിൻ്റെ മുമ്പിലും ആയിപ്പോയി. ഏതായാലും റാഹത്തായിട്ട് കഴിച്ചു തീർന്ന കൈയൊക്കെ കഴുകി ഉറങ്ങാൻ വേണ്ടി ചെന്ന് കയറി. ഉസ്താദ് കുറേ ദിക്ർ സ്വലാത്തൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ചൊല്ലി കിടന്നുറങ്ങി. ഇന്നത്തെ ഉറക്കത്തിൽ എന്തായാലും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുന്നതിന് ഉറപ്പായിരുന്നു. സുബഹിൻ്റെ സമയമായി. സുബഹിക്ക് മുമ്പേ പ്രിയപ്പെട്ട ഉസ്താദും ശിഷ്യനും ഉണർന്നു ഇബാദത്ത് കഴിഞ്ഞു പള്ളിയിൽ പോയി. ഉസ്താദ് ശിഷ്യനോടൊന്നും ചോദിച്ചില്ല, ശിഷ്യൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ആ സമയം അദ്കാറിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ്. എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നത്തെ കിനാവിൽ നീ കണ്ടില്ലായിരുന്നോ? ആ പ്രിയപ്പെട്ട ശിഷ്യൻ തേങ്ങിക്കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഉസ്താദേ, ലമ്മറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടില്ല ഹബീബേ, എൻ്റെ മുത്ത് ഹബീബിനെ കണ്ടില്ല ഉസ്താദേ. ഉസ്താദ് ചോദിച്ചു, മാദാ റഅയ്ത, പിന്നെ നീ എന്താ കണ്ടത്? ആ സഹോദരൻ പറഞ്ഞു, വൽ മിയാഹു തൻസിലു മിനസ് സമാ, ഞാൻ കണ്ടത് ആകാശത്തുനിന്ന് വെള്ളം ഒഴുകി വരണ കണ്ട. ഞാൻ കണ്ടത് മുഴുവനും വെള്ളം, വെള്ളപ്പൊക്കം, മഴ, കൊടുങ്കാറ്റ്, ആകെ വെള്ളം. ഉസ്താദ് പറഞ്ഞു, എന്താണെന്നറിയോ, ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ വെള്ളം 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 വെള്ളം, ഹൃദയം നിറച്ച് വെള്ളം, നാവ് നിറച്ച് വെള്ളം, മനസ്സ് നിറച്ച് വെള്ളം, തല നിറച്ച് വെള്ളം. അങ്ങനെ കിടന്നപ്പോൾ എന്ത് ചെയ്തു? കണ്ടത് മൊത്തം വെള്ളം, മഴ, കാറ്റ്, കടല്, കായൽ, വെള്ളപ്പൊക്കം. അത് തന്നെ. ഇതുപോലെ അള്ളാഹിൻ്റെ ഹബീബിനെ ഹൃദയത്തിൽ വെച്ചാൽ ആ ഉറക്കത്തിൽ നിനക്ക് മുത്തുനബിയെ കാണാൻ പറ്റുമെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ, അതായത് ഒരു മനുഷ്യന് വെള്ളം കിട്ടാതെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കണ പോലെ മുത്തുനബിയെ കിട്ടിയേ പറ്റൂ. ആത്മാർത്ഥമായ ആഗ്രഹം. ആ ഹൃദയത്തിനകത്ത് പിന്നെ ഉമ്മായും ഉപ്പായും ഭാര്യയും മക്കളും ഭർത്താവും കുടുംബവും ബന്ധങ്ങളും ആരുമില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് മാത്രം ഹൃദയത്തിൽ.
നബിയേ കാണണം റസൂലേ, ഞാൻ ഇന്ന് മരണപ്പെട്ടു പോയാൽ തോറ്റുപോകും ഹബീബേ, അങ്ങയെ കാണാതെ മരിച്ചുപോയാ തോറ്റുപോകും റസൂലേ, അതുകൊണ്ട് എനിക്ക് കാണണം ഹബീബേ. അങ്ങനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ചെയ്യുക. അള്ളാന്റെ റസൂൽ പ്രവാചക ചര്യയായിട്ട് പറഞ്ഞ അദ്കാറുകൾ ചൊല്ലുക. അള്ളാന്റെ ഹബീബിനെ ലോകത്ത് എന്തിനേക്കാളും മനസ്സിന്റെ അകത്ത് പ്രണയം വെക്കുക. ആ മുത്തു ഹബീബിന് വേണ്ടി മറന്നു പോകാതെ കണക്ഷനിലൂടെ അള്ളാന്റെ ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. സ്വഹാബികൾക്കെല്ലാം അവിടത്തായിരുന്നു, എല്ലാം അവിടത്തേക്കായിരുന്നു, അള്ളാന്റെ ഹബീബായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു, അവർ കൊതിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു, അവരിഷ്ടപ്പെടുമ്പോഴൊക്കെ കണ്ടിരുന്നു. ആ സ്നേഹവും ഇഷ്ടവും മനസ്സിന്റെ ഉള്ളില് വല്ലാണ്ട് പടർന്നു കയറിയിരുന്നു പ്രിയപ്പെട്ടവരെ, വല്ലാണ്ട് പടർന്നു കയറിയിരുന്നു. മതിയാകാത്ത വാക്യമേ, കൊതി തീരാ പ്രകാശമേ, അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു നബിയേ. ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാൻ എൻ്റെ ആറ്റലാം നൂറിൻ്റെ ആ സുഗന്ധം. ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലല്ലോ ആ തിരു ഹബീബിൻ്റെ സ്നേഹനാദം. ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്നേഹം, എന്ത് വർണ്ണിച്ചാലും അതിനപ്പുറമാണ് മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് ഇന്ന് മുതൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് കാണണ്ടേ പ്രീസല്ല വെച്ച വഴി കണക്ക് എന്തോടെ വരാനൊക്കെ എല്ലാവരും കാണണ്ടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് ഉഷാറായിട്ട് ചിന്തിക്കണം, എന്നാ നടക്കും. ഇത് നടക്കൂല എന്നല്ല പറയാം. പപ്പടം കച്ചവടം ചെയ്യുന്ന ഒരു ഉമ്മാരെ മോൻ കണ്ടു അള്ളാൻ്റെ ഹബീബിനെ 2 വർഷത്തെ റബീഉൽ അവ്വലിന് മുമ്പ്. പിന്നെ കാണാൻ കഴിയാത്ത സങ്കടം. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോൾ പ്രസംഗം കഴിഞ്ഞ് റസൂൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാണ് ഒരു പാവപ്പെട്ടവൻ. 22 വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരെ, 22 വയസ്സുള്ളൂ. നിങ്ങളെപ്പോലെ ഭ്രാന്തെടുത്തിട്ട് കണ്ട കോമാളിത്തരത്തിന് കൂട്ടി നിൽക്കാനൊന്നും പോണില്ല. കവലയിൽ രാത്രി പോയിരുന്ന് കുറേ ഫസാദ് വിപത്തും പറഞ്ഞു, കൂട്ടുകാരെ കണ്ട് അളിയാ പൊളിയാന്നൊക്കെ പറഞ്ഞു തോളത്ത് കൈവിട്ട് കുറേ ഫസാദ് വിപത്തും പറഞ്ഞു, കുറേ കല്യാണം മുടക്കി, കിട്ടുന്നവൻ്റെ ഹറാമായ പൈസ എന്ന് കുറച്ച് ചായം വാങ്ങിച്ചു കുടിച്ച് തട്ടുവശം കഴിച്ച് കറങ്ങി കിടന്ന് പാതിരാത്രി വീട്ടിൽ കയറി ചെന്ന് ഉമ്മ വാതിൽ തുറക്കുമ്പോൾ എവിടെ ആയിരുന്നു മോനത്തിന് പോകാൻ കളയോ കിടന്ന് അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് തട്ടി അങ്ങോട്ട് മാറ്റി. പാതിരാത്രി 2 മണിക്ക് റൂമിനകത്ത് കയറി തുട പോലും പകുതി പോലും പറയാത്ത രീതിയിൽ ഒരു ബർമൂട എടുത്തിട്ട് പൊക്കുളൊക്കെ വെളിയിൽ കാണിച്ച് ഒരു കൂതറ വനീനും എടുത്തിട്ട്, എന്നിട്ട് കുറേ പെപ്സി 7 ഇട്ട് അവനിഷ്ടമുള്ള വീഡിയോയും കണ്ട് ബ്ലൂ ഫിലിമും കണ്ട് പ്രാന്ത് വെടുക്കുന്ന പോലെ രാത്രി 3 മണിക്കൊക്കെ ഉമ്മ വന്ന് മോൻ്റെ റൂം തുറന്നാൽ പന്നി ചത്തി കിടക്കുന്ന പോലെ കമിഴ്ന്നിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു സാധനം. ഇങ്ങനെ ആവരുത് നമ്മുടെ കോലം. 22 വയസ്സുള്ള ആ സഹോദരൻ പറയാണ്, ഉസ്താദേ എനിക്ക് ഉപ്പയില്ല, എൻ്റെ ഉമ്മച്ചിയാണ് എന്നെ വളർത്തി. ഉമ്മ വീട്ടിൽ നിന്ന് പപ്പടം ഉണ്ടാക്കി തരും, ഞാനതെൻ്റെ ചെറിയ സ്കൂട്ടിയിൽ കടകളിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കും. 2 വർഷം മുമ്പുള്ള ഒരു റബീഉൽ അവ്വലിൽ ഞാൻ എൻ്റെ മുത്തുനബിയെ കണ്ടു ഉസ്താദേ. ചൊല്ലിയ സ്വലാത്തൊക്കെ നഷ്ടമായി പോകാത്ത എനിക്ക് അല്ലാഹു തിരിച്ചു തന്നു. ഞാനങ്ങനെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാനോ അനാവശ്യങ്ങളോ പറയാനോ ഒന്നിനും പോവാത്ത ഒരാളാണ്. പക്ഷേ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയില്ല ഹബീബ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഉസ്താദെ. പിന്നീട് എനിക്ക് കാണാൻ പറ്റാത്തത് ഞാൻ മോശക്കാരനായി പോയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അന്ന് കണ്ടതിൻ്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചു പോയതുകൊണ്ടാണോ, എൻ്റെ ഹൃദയം ദുസ്വഭാവങ്ങളെ കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണോ, എനിക്കറിയണില്ല. ഉസ്താദ് ദുആ ചെയ്യണം. നമുക്ക് കഴിയൂല എന്ന് ആരാ പറഞ്ഞ സഹോദരിമാരെ? എത്രയോ സഹോദരിമാർ കണ്ടു, എത്രയോ പെൺകുട്ടികൾ കണ്ടു. നല്ല നല്ല ആലോചന കൊണ്ടുവരുമ്പോൾ ഉമ്മാനോട് മോള് വേണ്ട എന്ന് പറഞ്ഞു വാശി പിടിച്ചു. അവസാനം ആ മോള് പറഞ്ഞത്, ഞാൻ മുത്തുനബിയെ കണ്ടു ഉമ്മച്ചി എത്ര നാളുകൾക്ക് മുമ്പ്, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഭർത്താവ്
ഏതെങ്കിലും കള്ളുകൂടിയനോ പെണ്ണുകൂടിയനോ ദുസ്വഭാവികളൊക്കെ ആണെങ്കിൽ പേടിയാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ മനസ്സ് കളങ്കപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, ആ പവിത്രതയിൽ മരിക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് ഉമ്മയോട് പോലും പറയാതെ ആ സ്വപ്നത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന സുന്ദരികളുള്ള നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടേത്. നമുക്കെന്തുകൊണ്ട് കഴിയൂല? കുറച്ച് ഫസാദ് ഈവത്തൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. മറ്റുള്ളവരുടെ കാര്യം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് നമുക്ക്. കസേരയിട്ട് അടുക്കള കയറി അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കാതെ ഒരു സമാധാനം കിട്ടില്ല. അവിടെ വലിയ കാറ് വന്നിട്ട് ഒന്നോ മോക്ക അലോനോ ഗുണു ഇത് തന്നെ ഗുണു ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പുറത്ത് വീടിൻ്റെ പെയിൻ്റ് അടിച്ചാൽ പ്രശ്നം, വലിയ കാറ് വന്നാൽ പ്രശ്നം, മോന് വിസ വന്നാൽ പ്രശ്നം, എല്ലാ വിഷയത്തിനും A+ കിട്ടി. ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാ, സഹിക്കാൻ പറ്റൂല. അപ്പം ഇത് നമ്മളൊന്ന് അവസാനിപ്പിക്കണം. അവർക്കെന്തോ കിട്ടട്ടെ, അവരെന്തോ ചെയ്യട്ടെ, അവരെന്തോ ആവട്ടെ. നമുക്ക് വലുത് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ മരിക്കുമ്പോൾ ആരും കൂടെ വരൂലല്ലോ. ആരാണ് വരുന്നത് കൂടെ? അങ്ങനെയാണെങ്കിൽ എൻ്റെ 10 വയസ്സുള്ള മുസ്താഖ് അഹമ്മദിന്റെ ഖബർ വെട്ടി ആ മോനെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ എനിക്ക് കരയിൽ നിൽക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങിക്കിടക്കൂലേ? കഴിയൂല പ്രിയപ്പെട്ടവർ. ഒരു മനുഷ്യരും കൂടെ വരൂല. ഏത് രാജകുമാരൻ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് 3 കഷ്ണം വെള്ളത്തുണി പൊതിഞ്ഞ് ഖബറിൻ്റെ അകത്ത് ഇറക്കി വെക്കും. കൂടെ നിന്നവരും കൂട്ടുകാരും തോളത്ത് കൈയിട്ടവരും ഫസാറ് നിന്നവരും ഒരുമിച്ച് സിനിമയ്ക്ക് പോയവരും കള്ളു കുടിച്ചവരും പെണ്ണു പിടിച്ചവരും എല്ലാം പുറത്ത്. എവനൊറ്റയ്ക്ക് എവളൊറ്റയ്ക്ക് പോകേണ്ടി വരും. ആ സമയത്തെ രക്ഷയ്ക്ക് പോകാനാണ്. ഇതാരാണെന്ന് ചോദിക്കും മലക്കുകൾ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാട്ടി ഇതെൻ്റെ മുത്ത് നബിയാന്ന് ഉറക്കെ പറയാൻ, ഇതെന്റെ കരളിന്റെ കഷണമാണെന്ന് ഉറക്കെ പറയാൻ സാധ്യമാകും വിധം ഹൃദയത്തിന്റെ അകത്തിരുന്ന സർവ്വതിനെയും പടിയിറച്ച് പിണ്ടം വെക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹിൻ്റെ ഹബീബിന് സ്ഥാനം കൊടുക്കണം. നമ്മുടെ വിഷയത്തിൽ പോലും ചിലപ്പോൾ ഇടപെടുമെന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ഉടനെ ഭാര്യയോട് പറയാണ്, ഞാൻ അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നം കണ്ടു. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നറിയോ? അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഖി നന്നായറിയാം. ഞാൻ ഈ നാട്ടിലെ മീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ ഉണ്ടു സഖി. അറിയില്ലേ? പാലാപ്പള്ളിയും പെരുമ്പള്ളിയൊക്കെ ആയതുകൊണ്ട് വലിയ പാടായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചത് അറിയില്ല, അത്രേ ഉള്ളൂ. ഒരു പാവപ്പെട്ട കുട്ടി എടുത്ത സമയത്ത് മറസപ്പാടിയില്ല, കൊല 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 നിർത്തണില്ല. അവന് കൊല തന്നെ. അവസാനം ജഡ്ജസ് അവൻ്റെ കൊലയെ തട്ടിയപ്പോഴാണ് നിർത്തിയത്. അതുവരെ അവൻ കൊലയായിരുന്നു. അപ്പോൾ ഈ പാട്ടിൽ വലിയ ചരിത്രമുണ്ട്. ഈ പാട്ടിൽ മധുരമുള്ള ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവർ. നീതിക്കപ്പുറത്തേക്ക് പോകാത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ തുള്ളിച്ചാടി. ഇപ്പൊ പുതിയ വസ്ത്രം കിട്ടും, അടിപൊളി ഭക്ഷണം കിട്ടും, മന്ത്രിയല്ലേ, രാജാവല്ലേ, അടിപൊളിയായിട്ട് നടക്കാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ വന്നിട്ട് ഉള്ള ഡ്രസ്സിൽ കൂടുതലുള്ളതൊക്കെ തിരിച്ചെടുത്തു കൊണ്ടുപോയി പാവങ്ങൾക്ക് വിതരണം നടത്തി. ഒരു ഡ്രസ്സായി, ഒരു പാത്രമായി, ഒരു നേരത്തെ ആഹാരമായി, പട്ടിണിയായി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ വിശന്ന് വീട്ടിൽ കരയുമ്പോൾ ഉമ്മ പറഞ്ഞു, വാപ്പച്ചി പള്ളിയിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മോൻ പോയി വാങ്ങിക്കോളാൻ പറഞ്ഞു. ആപ്പിൾ കൊടുക്കുന്നുണ്ട്. പാത്രം കൊണ്ട് ഓടിപ്പോയി ക്യൂ നിന്നു. ദൂരെ നിന്നുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മോനാണ് ആ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ ഒരു വടി കൊണ്ടുവന്നിട്ട് ആ പാത്രം തട്ടിയെറിഞ്ഞിട്ട് പറഞ്ഞു, മോനെ ഇവർക്കൊക്കെ കൊടുത്തു, ബാക്കിയുണ്ടെങ്കിൽ തരാം. മോൻ പുറകിൽ നിൽക്ക്. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നുമോനും. അങ്ങനെ ജീവിതം നയിച്ചവരാണ്. രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഒന്ന് പറയുമോ? എങ്ങനെയാണ് കണ്ടത്? ഏത് രീതിയിലാണ് കണ്ടത്? എന്നോടൊന്ന് പറയുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി വരട്ടെ. പാതിരാത്രി പള്ളിയിൽ പോയി സുബഹിയെല്ലാം കഴിഞ്ഞാണ് മടങ്ങി വന്നത്. ആ സമയം വരെ പ്രിയപ്പെട്ട സഹധർമ്മിണി കൊതിയൂറുന്ന മനസ്സോടെ കാത്തിരിക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, പെണ്ണേ, ഒരു വിശാലമായ പള്ളി ഞാൻ കണ്ടു. ഒരു വിശാലമായ പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത അത്രത്തോളം സുന്ദരമായ ഒരു പള്ളി ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു പെണ്ണേ. ഫൈദാ ഫീഹി ഖസ്ർ
ഖസ്റുൻ നബിയല് കന്നഹുൽ ഫില്ലാ, ഒരു വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുപോലുള്ള ഒരു വെള്ളക്കൊട്ടാരം, വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുപോലുള്ള മനോഹരമായ ഒരു വെള്ളക്കൊട്ടാരം. ആ വെള്ളിയിലുള്ള വെള്ളക്കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് ഞാൻ നോക്കുമ്പോ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, അയിന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ എവിടെ എന്ന ചോദ്യം വരികയാണ്. ഞാൻ നോക്കുമ്പോ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൊട്ടാരത്തിന്റെ മുമ്പില് മനോഹരമായ കസേരയിൽ വന്നിരുന്നു. പെണ്ണേ, എന്തോ ഒരു സൗന്ദര്യമാ പെണ്ണേ, എന്തോ ഒരു രസമാ പെണ്ണേ കാണാൻ. അള്ളാന്റെ ഹബീബിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എഴുതിയാ തീരുവോ? ഈ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഒരുപാട് പാട്ടുകൾ മുത്തുനബിയെ കുറിച്ച് എഴുതിയതിന്റെ കൂട്ടത്തില് ആ സൗന്ദര്യത്തെ കുറിച്ച് രണ്ട് പാട്ടുകളാ എഴുതിയത്. ഒന്ന് നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേട്ട ആലപ്പുഴയിൽ അനസ് എന്ന് പറയുന്ന സഹോദരൻ പാടിയ താരാജാലം താഴെ വരുന്നൊരു സ്നേഹനിലാവുളിയേ, താരകങ്ങൾ നക്ഷത്രങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കാണാൻ കാത്തിരിക്കുന്ന നബിയേ, കാണാൻ കാത്തിരിക്കുന്ന നബിയേ. രണ്ടാമത് പട്ടാമ്പിയിലെ മുനീറൻ വരി എന്ന് പറയുന്ന മധുരമുള്ള സ്വരത്തിന്റെ ഉടമയായ ഒരു പാവപ്പെട്ട ഉസ്താദിനെ കൊണ്ട് വിസ്മയം റസൂൽ എന്ന ശീർഷകത്തിൽ പാടിപ്പിച്ചു. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ. അങ്ങനെ എഴുതി അവസാനം അതിലിങ്ങനെ പറയുന്നുണ്ട്, റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബ് ശേലിൽ തിളങ്ങും കണ്ണ് തൊട്ടാൽ മിനുങ്ങും കവിള് തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. പാടിയാലും എഴുതിയാലും തീരാത്ത സൗന്ദര്യത്തെ ഈ പെരുമ്പള്ളിച്ചിറ പുത്തമ്പള്ളിയുടെ സ്വലാത്തിന്റെ മഹനീയ വേദിയില് സുബഹി വരെ പാടിയാലും പറഞ്ഞാലും തീരൂല പെങ്ങള്, തീരൂല ചെറുപ്പക്കാരെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണേ, കണ്ണിനെ കുറിച്ച് പറയാൻ കഴിയില്ല, കവിളിനെ കുറിച്ച് പറയാൻ കഴിയില്ല, മുടിയഴകിനെ കുറിച്ച് പറയാൻ കഴിയില്ല, ആ പ്രകാശയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറയുന്നു, ഒരാള് ആ വെള്ളി കൊണ്ടുള്ള വെള്ളക്കൊട്ടാരത്തിന്റെ വാതിലിൽ മറ്റൊരാൾ വന്നിട്ട് ചോദിക്കുന്നു, അയിന അബൂബക്കർ, അയിന അബൂബക്കർ, അയിന അബൂബക്കർ, എവിടെ അബൂബക്കർ, എവിടെ അബൂബക്കർ, എവിടെ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വലങ്കയ്യായി നിന്ന അബൂബക്കറിനെ ഞാൻ കണ്ടു പെണ്ണേ. അള്ളാന്റെ ഹബീബിന്റെ വലം കൈയായിരുന്ന അബൂബക്കറിനെ ഞാൻ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെയും കൊണ്ട് ഹിജറ പോയ രംഗം നിങ്ങൾക്കറിയാം. ഒരു കൊച്ചുകുട്ടി എടുക്കുന്നത് പോലെ അള്ളാന്റെ ഹബീബേ, ഞാൻ നിങ്ങളെ എടുത്തുകൊള്ളാം റസൂലേ. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളിലൂടെ അങ്ങ് നടന്നു പോകുന്നത് പൂ പോലുള്ള നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹബീബേ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് നടന്നുപോയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കാണാൻ വന്ന പാമ്പ് പാദവിരൽ കൊണ്ട് ഗുഹ അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആ വിരലിലേക്ക് കൊത്തിയപ്പോ അതിന്റെ വേദന കടിച്ചിറക്കിയിട്ട് മുത്ത് റസൂലിന്റെ മുഖത്തേക്ക് കണ്ണുനീർ കണം അടർന്നു വീണപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമിനീര് കൊണ്ട് ആ പവിത്രമായ കാലിൽ പുരട്ടിക്കൊടുത്തെങ്കിൽ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രായാധിക്യത്തിന്റെ പടിയിലേക്ക് പോയ പ്രിയപ്പെട്ട ഉപ്പ മുസ്ലിമായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപ്പ മുസ്ലിമായില്ല, കരഞ്ഞു, ദുആ ചെയ്തു. ഒടുവിൽ ഒരു ദിവസം പറഞ്ഞു, അബൂബക്കറേ, എനിക്ക് മുത്ത് റസൂലിന്റെ അടുത്ത് പോയിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാകണം. തുള്ളിച്ചാടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി മുത്ത് നബിയുടെ ജാരത്ത് അബൂ ഖുഹാഫയെ, ഉപ്പയെ. ആ ഉപ്പ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ മുസ്ലിമാവുകയാണ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്ന റസൂലേ, അങ്ങേക്കെതിരെ നടന്നതല്ല പൊറുക്കപ്പെടട്ടെ, അങ്ങേക്കെതിരെ പറഞ്ഞതല്ലാഹു പുറത്തു തരട്ടെ. ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറേ, നീ എന്തിനാ കരയുന്നത്? ചിരിക്ക് അബൂബക്കറേ, സന്തോഷിക്ക് അബൂബക്കറേ, ആഹ്ലാദം പുറത്തു വരട്ടെ അബൂബക്കറേ.
എന്തേ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ അബൂ ഖുഹാഫയുടെ സ്ഥാനത്ത് അങ്ങയുടെ അബൂ താലിബാണെങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി നബിയേ. അങ്ങ് എത്ര ആഗ്രഹിച്ചതാണ് അബൂ താലിബ് മുസ്ലിമാകാൻ. അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ലല്ലോ. എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷം അങ്ങയുടെ പ്രിയപ്പെട്ട അബൂ താലിബ് മുസ്ലിമാകുന്നതാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ പ്രണയം കൊണ്ട് മറ്റുള്ളവരെ മുഴുവനും തോൽപ്പിച്ച ചരിത്രം കാണാൻ പറ്റുമോ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. പിന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഐന ഉമർ, ഐന ഉമർ, ഐന ഉമർ എന്നുറക്കെ ചോദിക്കുന്നത് കണ്ടപ്പോ ഞാൻ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന കസേരയുടെ വലതുഭാഗത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇടതുഭാഗത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കുന്നു, റബ്ബേ, ആ സമയത്ത് വന്നയാള് ചോദിക്കുകയാ, ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എവിടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നൊരു ചോദ്യം ചോദിച്ചു. പെണ്ണേ, എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരപ്പിരിക്കാനുള്ള വലിയ തൗഫീഖ് ഈ പാവപ്പെട്ടവന് ലഭിക്കുകയാണ്. ഞാൻ ഐന അജ്ലിസു യാ റസൂലല്ലാഹ്, ഞാൻ എവിടെയാണ് നബിയെ ഇരിക്കേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്കൊരു കസേര കാണിച്ചു തന്നു. നോക്കുമ്പോ ഞാൻ അതുവരെ കാണാത്ത ഒരു പ്രകാശം അവിടെ ഇരിക്കുന്നുണ്ട്. അതാരാണെന്ന് ചോദിക്കുമ്പോ, മൻ ഹാദൽ റജുലുൽ ലദീ യജ്ലിസു, ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനാരാ? അപ്പൊ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, റൂഹുല്ലാഹി ഈസാ. അവരൊക്കെ കണ്ടു അലൈഹിസ്സലാം, അവരൊക്കെ കണ്ടു. ഞാൻ അവിടെ ഇരുന്നു. എന്തിനാ കണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നതാത്രേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പം നിലവിൽ നീ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ ഭരണം, നീ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ നീതി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അമൽ, നിന്റെ ഹൃദയത്തിലുള്ളതുപോലെ തഖ്വ, തംസക്കു ബിമാ അൻത അലൈ വസ്മുതു അലാ മാ അൻത അലൈ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താണോ അത് തന്നെ ചെയ്യുക. നീ നിലനിൽക്കുന്നത് ഏതിലാണോ അതിൽ തന്നെ ഉറച്ചു നിലനിൽക്കുക. അവിടെ നിനക്ക് വലിയ വിജയമുണ്ട് ഉമറേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു പെണ്ണേ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാണാൻ ആഗ്രഹിച്ച് കഴിക്കാൻ കൊതിച്ച ഒരു മുന്തിരിക്കൊല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയുമ്പോ ഭാര്യ പറഞ്ഞതാണ്, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങേക്ക് എന്തും കഴിക്കാമല്ലോ, അങ്ങ് നാടിന്റെ രാജാവല്ലേ, രാജപദവി എന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിപ്പരവും കാണിക്കാമെന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയല്ല. നീതിയുടെ നിറകുടങ്ങളായിരുന്നു അവര്, നീതിയുടെ നിറകുടങ്ങളായിരുന്നു അവര്. ഇന്ന് നമുക്ക് ഗ്യാസ് വാങ്ങാൻ നിവർത്തിയില്ല, ഇന്ന് നമുക്ക് വിറകടിച്ചു കൊണ്ടുവന്ന് അടുക്കളയിൽ പാചകം ചെയ്യാൻ നിവർത്തിയില്ല. കടയിൽ പോയി സാധനം വാങ്ങാൻ കാർഡ് കൊടുത്താലും പൈസ പോകും, പൈസ മാത്രം കൊടുത്താലും GST പോകും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ഇന്ന് ഞാനിങ്ങനെ തൊടുപുഴയിലൂടെ ഇങ്ങോട്ട് വരുമ്പോ തൊടുപുഴയിലെ റേഷൻ കടകളിൽ മുഴുവനും ക്യൂ ആണ്. അല്ലാഹുവേ, എത്രയോ ദൂരം ഇങ്ങനെ പാവങ്ങൾ സഞ്ചിയും പാത്രവുമായി കാത്തു നിൽക്കുകയാണ്. എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുന്ന അധികാരത്തിന്റെ രുചിയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് വാങ്ങാനുള്ള കാലണ എന്റെ കയ്യിലില്ല എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടു കൊടുത്തു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ്, നമുക്ക് കഴിയും സഹോദരങ്ങളെ, നമുക്ക് കഴിയും പ്രിയപ്പെട്ടവരെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കാണാൻ അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. നിങ്ങൾ അങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് ചെറിയ ചാർജ് ചെയ്ത് കൊടുത്ത കാര്യം നടക്കും.
ഒന്ന് ഉഷാറ്. കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. മനസ്സിൽ നമ്മളെ കുശുമ്പ്, അസൂയ, അഹങ്കാരാഹം ഒക്കെ എടുത്ത് മാറ്റണം. അള്ളാഹു മറ്റൊരാൾക്ക് കൊടുത്തത് കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പെരുമ്പളച്ചിറയിൽ 10 വർഷം കൊണ്ട് സലാത്ത് കിടക്കുന്നു പുത്തമ്പള്ളിയിൽ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പള്ളിക്കാർ അത്ഭുതപ്പെട്ട് അവിടെ അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ ഭയങ്കര പ്രശ്നം. അങ്ങനെയല്ല, അത് ബറക്കത്തുള്ള ആ വിഷയത്തിനും അസൂയ ഉണ്ടല്ലോ. ആലിമീങ്ങൾക്കിടയിൽ അസൂയ, പള്ളികൾക്കിടയിൽ അസൂയ. അവിടെ ഉദ്ഹിയ 10 പോത്താണെങ്കിൽ നമ്മളെ നാട്ടിൽ 15 ഇറക്കോടാ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മത്സരം. പിന്നെ കുടുംബത്തിൽ ഇങ്ങനെ എല്ലാം പരസ്പരം ഇങ്ങനെ എല്ലാവരുമായിട്ടും ഇങ്ങനെ അസൂയയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പെരുമ്പള്ളിച്ചിറയിൽ പെട്ടിക്കട നടത്തുന്നവൻ അതേപോലെ പെട്ടിക്കട നടത്തുന്ന മറ്റൊരാളുടെ ദിവസം അല്ലെ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് യൂസുഫ് അലിയോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. അസൂയയുടെ മർത്തവ കൂടി നമ്മൾ ആലോചിക്കണം. ഒരാൾ പറഞ്ഞതാണ്, പടച്ചോനെ അള്ളാഹു എന്നെ നീ യൂസുഫ് അലിയെ പോലെ ആക്കല്ല. ഭയങ്കര ദുആ. എല്ലാ ദിവസവും ഇത് എന്നെ വരച്ച് വേറെ ഒന്നും കിട്ടിയില്ല. പറയും എന്നെ നീ യൂസുഫ് അലിയെ പോലെ ആക്കല്ല എന്നാണ്. കുറേ ദുആ ചെയ്തിട്ട് ആകാത്തതുകൊണ്ട് അവസാനം അയാൾ ദുആ മാറ്റി, പടച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കല്ല, മറ്റേ കാര്യം നടന്നില്ലെങ്കിൽ ഇതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് സമാധാനമില്ല. വീട്ടിൽ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ ഓഹോ യൂസുഫ് അലി ഇപ്പോൾ ഹെലികോപ്റ്ററിലായിരിക്കും. റബ്ബേ ഓഹ് എന്തൊരു പടച്ചോൻ, എന്തൊരു ജീവിതം റബ്ബേ. നമ്മളെന്തിനാ ആലോചിക്കാൻ പോവാ? നമ്മുടെ കാര്യം നോക്കുക. അള്ളാഹു തന്ന നിഅമത്ത് ചെറുതാണോ? ഒരു പെട്ടിക്കടയാണോ? ഒരു ചെറിയ മീൻകച്ചവടാണോ? ഒരു ചെറിയ തട്ടുദോശയാണോ? ഉള്ളതുപോലെ അതിൽ ബറക്കത്ത്, ഹലാലായ പൈസ, ബറക്കത്തോടുകൂടി ഒരു ചെറിയ വീട്, ഒരു നല്ല കുടുംബം, സ്വലാത്ത്, ദുആ, ഇബാദത്ത്, മാഷാ അല്ലാഹ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ, നല്ല ജീവിതം. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേറെങ്ങും പോണ്ട. അള്ളാഹിൻ്റെ ഹബീബിന് വലിയ ഇഷ്ടമാണ്. മദീനത്ത് ഒരുപാട് ആളുകൾ കാത്തിരുന്നു, എവിടെയാണ് എൻ്റെ മുത്ത ഹബീബ് കിടക്കുക. പാവപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുയുടെ ചെറ്റക്കൂരയാണ് അള്ളാഹിൻ്റെ ഹബീബ് താമസിക്കാൻ വേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഫോർമാലിറ്റീസുകളൊന്നും വേണ്ട. അള്ളാഹിൻ്റെ ഹബീബ് ഉറപ്പായിട്ടും എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ, മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ ഉറപ്പായിട്ട് നടക്കും. അതിന് ഇത്തരം കാര്യങ്ങൾ, ദുർഗുണങ്ങൾ, ദുസ്വഭാവങ്ങൾ ഒക്കെ മാറ്റുക. സ്ത്രീകളൊക്കെ നല്ല പോലെ വസ്ത്രം, നല്ല ഈമാനുള്ള വസ്ത്രം ധരിക്കുക. സോഷ്യൽ മീഡിയയിൽ പലരും കിടന്ന് പറയും. അതൊന്നും കേട്ടിട്ട് ഈ യൂട്യൂബ് ഇങ്ങനെ കണ്ട് അതിനിടയിൽ പറഞ്ഞ ഈ കോമാളിത്തനങ്ങൾ കാണാൻ നിൽക്കരുത്. നല്ലതൊക്കെ കണ്ടോളി. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും നിൽക്കാതെ നല്ല ഈമാനോടെ ജീവിച്ച അവസാനം അല്ലാഹുവേ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു ഈമാനുള്ള, ഒരു സ്വലാഹിയത്തിന്റെ മധുരമുള്ള മരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തരട്ടെ. അല്ലാഹുവേ പടച്ചവനെ, അതിനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഒരുപാട് മഹാന്മാർ ഇഷ്ടപ്പെട്ടു പോയ, ഒരുപാട് സാദാത്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോയ, ഒരുപാട് മുഖ്ലിസീങ്ങൾ ഇഷ്ടപ്പെട്ടു പോയ ഒരു സ്വലാത്ത് അൽഹംദുലില്ലാഹ് ഇവിടെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ വേദിയിൽ ഇന്ന് നിങ്ങൾക്ക് ആ സ്വലാത്ത് ചൊല്ലിപ്പിച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് ഇവിടുന്ന് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ് ഇത്രയും കൊല്ലം ഇവിടെ നടന്ന സ്വലാത്തിന്റെയും ഇത്രയും കാലം ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെയും എല്ലാം മധുരവും മനോഹാരിതയും കൊണ്ട് റബ്ബേ ഇന്നിവിടെ നടക്കുന്ന ദുആഇന് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞാനിന്ന് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ സുധീർ എന്ന പേരുള്ള തൊടുപുഴയിലെ ഭവന നിർമ്മാണം നടത്തിക്കൊടുക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരനാണ്. അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവ് സുഹൈൽ എന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഉപ്പ വീണിട്ട് ഇവിടെ കഴുത്തിന്റെ എല്ല് പൊട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ മക്കളാണെങ്കിലും ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരുന്നു, പെട്ടെന്ന് അസുഖം വരികയാണ്. മെനിയാതാണ് കത്തെറിഞ്ഞൊരു സഹോദരൻ വിളിച്ചത്. ഫുട്ബോളിന്റെ ലഹരിയും മാമാങ്കവും ആഘോഷവും ഒക്കെ ആടിത്തിമിർക്കുമ്പോ അതിനിടയിൽ തേങ്ങി കരഞ്ഞുകൊണ്ടൊരു ഫോൺ കോളാണ്, ഉസ്താദേ ഞാൻ നാട്ടിലേക്ക് രാത്രി തിരിക്കുകയാണ്, എൻ്റെ മോൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദേ ഞാൻ വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് എൻ്റെ മോളെ കാണുമ്പോ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് എൻ്റെ മോള് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്താദേ എൻ്റെ മോളറിഞ്ഞിട്ടില്ല, എൻ്റെ മോളറിഞ്ഞിട്ടില്ല, അവൾക്ക് വലിയ രോഗമാണെന്ന് എൻ്റെ പൊന്നുമോളറിഞ്ഞിട്ടില്ല. പൊട്ടിക്കരന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവ് പറയുമ്പോ ഒരു സെക്കൻഡ് മതി പെരുമ്പള്ളിച്ചിറയിലെ എല്ലാ സന്തോഷങ്ങളെയും കർട്ടനിട്ടുകൊണ്ട് സങ്കടത്തിന്റെ തിരിതെളിക്കാൻ. ഒരാൾക്ക് രോഗം വന്നാ മതി, ഒരു മജ്ജ മാറ്റിവെക്കൽ വന്നാ മതി, ഒരു RCCയുടെ കേസ് വന്നാ മതി, ഒരു ക്യാൻസർ വന്നാ മതി, ഒരു ഡയാലിസ് വന്നാ മതി. പടച്ചവനെ നീ കാക്കടേ അല്ലാഹ്.